ഒന്ന് കേൾക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ കിടക്കണം ജോലി ചെയ്യുക. എൻ്റെ ജോലിയുടെ അഭിമാനം കൊണ്ടായിരിക്കും ഞാനിവിടുത്തെ ഫ്ലോർ മാനേജറായി. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ 2 പെണ്ണുങ്ങളുണ്ട്. ഇവളുമാരിത് എവിടെ പോയിരിക്കുന്നു? ഇവളുമാരെ കണ്ടുപിടിക്കാൻ CC ക്യാമറ വെച്ചാൽ പോലും കിട്ടത്തില്ല. അല്ല അയ്യോ, ഇങ്ങോട്ട് കയറി വാവാ. അയ്യോ, നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്ക് പറ്റിയ അടിപൊളി കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നു. നല്ല ജീൻസ് ഉണ്ട്, പാൻ്റ് ഉണ്ട്. അയ്യോ, ഇങ്ങോട്ടൊന്ന് കയറി വാ. ആ ചെറുപ്പക്കാരല്ല, ഇങ്ങോട്ട് കയറി മക്കളെ, ഇന്ന് വാ ഇങ്ങോട്ടൊന്ന്. അയ്യോ വാ. അയ്യോ അയ്യോ, ഒറ്റയ്ക്കൊന്ന് മോണാക്ട് കളിക്കായിരുന്നില്ലേ? എടി, നീയൊക്കെ എവിടെ ഇരുന്നാലും നിന്നെയൊക്കെ പുറത്തിറക്കാനുള്ള വഴിയേ എനിക്കറിയാം. നിന്ന് സമയം കളയാതെ പോയി ജോലി ചെയ്യ് പെണ്ണുങ്ങളെ. പാടി പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. പൊന്നു ദൈവമേ, എന്റെ ദൈവമേ, ഇന്ന് നല്ല കളക്ഷൻ ഉണ്ടാവണേ. എന്താടി ഇവിടെ കളക്ഷൻ ഒന്നും ഇല്ലയോ? ആ കളക്ഷൻ അല്ലായിരിക്കും. അയ്യ, നിന്ന് കളക്ഷൻ എടുക്കാതെ പോയി ജോലി ചെയ്യ് പെണ്ണുങ്ങളെ. ഓ, ഇത് നേരം വെളുക്കും വരും, എന്നിട്ട് ഒരു വക ചെയ്യത്തില്ല. പെണ്ണുപിള്ള നീ എന്തുടി ആടിക്കൊണ്ടിന്ന് കാണിക്കുന്നേ? അതോ വെളിയിൽ വെച്ചിരിക്കുന്നുണ്ടല്ലായിരുന്നോ? ഇന്ന് മുതൽ ആടി സെയിൽ തുടങ്ങുവന്നു. അതിനാന്നോ നീ കിടന്ന് ആടുന്നത്? പിന്നെ അതിനപ്പുറത്ത് വേറൊരു ബോർഡിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? പുതിയ ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന്. ആട്ടം നിർത്തി. അതാ നിനക്ക് നല്ലത്. നീ എന്താ ഇന്നലെ വരാഞ്ഞേ? അത് ഇന്നലെ ഞാൻ ലീവായിരുന്നു. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. അനിന്റെ കല്യാണമാ. അതിനുണ്ട് തുണി എടുക്കാൻ പോരുന്നതാ. എവിടെ? ഷിബു ടെക്സ്റ്റൈൽസില്. എടി, നീ ഇവിടെ ജോലി ചെയ്തിട്ട് വേറെ കടയിൽ പോയി തുണി എടുത്തില്ലേടി? കൊള്ളാടി. നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെ അല്ലയോ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് ചെയ്താ മതി. എന്ത് മേഡം അങ്ങനെയൊക്കെ പറ? അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല, പോയി ക്ലീൻ ചെയ്തിട്ട് മതി. പോ. ഹലോ അണ്ണാ, നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ബൊമ്മയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് വേണ്ട കേട്ടോ, ഇവിടെ ഉണ്ട് ഒരെണ്ണം. മേഡത്തിന്റെ ഭർത്താവേ പിണങ്ങിപ്പോയെന്നോ വന്നെന്നോ എന്നൊക്കെ നാട്ടുകാര് പറഞ്ഞു കേട്ടോ. എന്താ ഇവിടെ കാര്യം? അതൊന്നും ഇല്ലടി, എന്റെ മനസ്സിലും ഇല്ലടി. ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. രേവതി കളിച്ചു കഴിഞ്ഞെങ്കിലേ മേടെങ്കി വാ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ലടി. എടി, കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങൾക്കും കാണത്തില്ലടി ഓരോരോ ആഗ്രഹങ്ങള്. ഒന്ന് പാർക്കിൽ പോണം, ബീച്ചിൽ പോണോന്ന്. എന്ത് മേഡം, മേഡത്തിന്റെ ആഗ്രഹം എന്റെ തോളത്തിരിക്കുന്നേ? അതല്ല, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നെന്ന്. എനിക്കാണെങ്കിൽ ഊട്ടി പോണോന്ന് ആഗ്രഹം. ഞാൻ ഊട്ടിന്ന് അങ്ങോട്ട് പറഞ്ഞതും ഈ ചേട്ടൻ വീടും പൂട്ടി പോയിടി. അല്ല, എന്നിട്ട് മേഡം എങ്ങനെ പോയി? തൊട്ടപ്പുറത്തെ വീട്ടിലെ ശശിയണ്ണ വഴി അറിയാടി. ഞാൻ ശശിയണ്ണയും കൂട്ടി ഊട്ടി വരെ പോയി കറങ്ങിയിട്ട് വന്ന്. അതിന് വല്ല തെറ്റുണ്ടോടി? വഴി അറിയാന്നുള്ള കൊണ്ട് ഊട്ടി വരെ പോകുന്ന തെറ്റും ഇല്ല മേഡം. ഇല്ലല്ലോടി, ഇല്ലല്ലോ. അതിന് ഈ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? ഞാനും ഷിബു അണ്ണൂടെ ഊട്ടി കറങ്ങാൻ പോയി, അവിടെ പോയി. ഇതുപോലെ പരദൂഷണം പറയുന്ന കുറെ നാട്ടുകാര് എനിക്കിഷ്ടമല്ല. നീ ഇങ്ങനൊന്നും പോവല്ല കേട്ടോ. എന്റെ പൊന്നു മേഡം, ഞാനങ്ങനെ പോകത്തില്ല. അഥവാ നിനക്ക് പോണോന്നുണ്ടെങ്കി നീ ഒറ്റയ്ക്ക് പോണം, വേറെ ആരും കൂട്ടി പോവല്ലേ കേട്ടോ. ബസ്സില് എന്റെ പൊന്നു ചേച്ചി, അതിനെ പറ്റി പറയാതിരിക്കുന്നേ നല്ലത്. നീ പറയണ്ടേ, അതാ നല്ലത്. അപ്പൊ ഞാൻ പറയണ്ടേ? പറ അങ്ങോട്ട്. ചേച്ചി, ഞാൻ ആ സ്ഥിരം പോകുന്ന ബസ് ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ബസ്സിന്റെ പേര്? പുഞ്ചിരി ബസ്. പുഞ്ചിരി ബസ്. ആ ബസ്സിനകത്തെ പുതുതായിട്ടൊരു കണ്ടക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. അയാൾക്കാണെങ്കില് എന്നെ അങ്ങോട്ട് കാണുമ്പോഴേ അടിമുടി ഒരു ഇളക്കം. അല്ലേലും എന്നോടും അങ്ങനെ തന്നെ ആടി. അത് മാത്രമല്ല കേട്ടോ, അവനെ അങ്ങോട്ട് പോകുമ്പോ എന്നെ ഒന്ന് തട്ടും, ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഒന്ന് മുട്ടും. അവൻ ആ ബെല്ലിലൊരു തട്ടിനെക്കാട്ടി എന്നെ അവിടെ തട്ടിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഇതെല്ലാം കൂടെ കേട്ട് ഇങ്ങനെ പെഴുത്ത് അങ്ങോട്ട് കേറിയിട്ടേ ആളും പേരൊന്നും ഞാൻ നോക്കിയില്ല. കൊടുക്കേണ്ടതും അപ്പൊ തന്നെ അവനെ കൊടുത്തു വിട്ടു. കൊടുത്തോടെ? കൊടുത്തേച്ചി. നീ കൊടുത്തോ? കൊടുത്തേച്ചി. ഇങ്ങനെ വേണം പെണ്ണുങ്ങളായി. നീ എന്ത് കൊടുത്തേ? എന്റെ ഫോൺ നമ്പർ ചേച്ചി. ആക്ഷൻ ഇട്ട്. എടി, ഈ വണ്ടി തന്നെ അല്ലയോടി കഴിഞ്ഞ ആഴ്ച ഒന്ന് മറിഞ്ഞപ്പോഴേ അതിനകത്തുള്ള എല്ലാരെയും ബഹളം ഞാൻ കേട്ടു, നിന്റെ മാത്രം കേട്ടില്ല. എന്തടി? എന്റെ പൊന്നു മേഡം, വണ്ടി ഒന്ന് ചരിഞ്ഞ് അതും കണ്ടോണ്ട് വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാ എണ്ണവും കൂടി എന്തോ ഒരു ബഹളമോ. അതിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ ബഹളം വെച്ച് എന്തിനാണ് ലിപ്സ്റ്റിക് കളഞ്ഞിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. നേരം വെളുക്കുമ്പോ കേറി വരും കൊറേ മുറുക്കാനും വാരി വായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടോ അങ്ങോട്ടും തുടച്ച് ഇങ്ങോട്ടും തുടച്ച്. അതെ, ജോലി ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലയോ? പോയി ജോലി ആയി പെണ്ണുങ്ങളെ. എടി എടി, ഇനി വരുന്നടി. എന്തു വെച്ചി? ആരെയും പൊക്കിയതൊന്നും അല്ല,
ഓ ആരെ കുശുമ്പെന്നും പറഞ്ഞോണ്ട് ഓടിക്കൊണ്ട് വന്നതാണോ രണ്ടുപേരും? അതൊന്നും അല്ല, പിന്നെ അണ്ണൻ പറഞ്ഞേ നമ്മുടെ കടയുടെ വാർഷികം വരാൻ പോവെന്ന്. ആ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ ട്രിപ്പ് പോവാം, എന്തെങ്കിലും വേറെ പ്രോഗ്രാം ചെയ്യുന്നേ അത് ചെയ്യാം. നിങ്ങളുടെ പ്ലാൻ എന്ത്? നമുക്കൊരു കൈകൊട്ടി കളി ആയാലെന്ത്? ആ അത് മതി. കയ്യൊട്ടിക്കളി നമ്മൾ ആര് പഠിപ്പിക്കൂടി? മേഡം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ദേ ഒന്നാമത്തെ ഡാൻസറല്ലേ ഈ നിക്കുന്നേ. ശരിക്കും? പിന്നെ ഞാനൊരു സകലകല പറ്റതല്ലയോ മറ്റേതോ? പല്ലവി. നാക്കിനകത്ത് വന്നില്ല. സകലകല പിന്നെ ഞങ്ങൾക്ക് വേണം ഇപ്പൊ പറഞ്ഞ മറ്റേത്. ഞാൻ കാണിക്കുന്ന പോലെ കാണിച്ചാൽ നിങ്ങളെ വല്ല ഫീളാക്കാം. കാണിക്കാം. ഞാൻ കാണിക്കാം അങ്ങോട്ട്. അയ്യോ എനിക്ക് കുത്താനില്ല. ഓ നീ കുത്തണ്ട, നിന്റെ കുത്തൊക്കെ കൊറേ കേൾക്കുന്നുണ്ട് ഞാൻ ഇവിടെ. നീ പോട്ടെ, നീ കളി അങ്ങോട്ട്. ഞാൻ കാണിക്കുമ്പോൾ തന്നെ കാണിക്കണേ. റെഡി 1 2 3. നമ്മൾ 3 പേരില്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ കളിക്കും? എന്റെ സുധ ചേച്ചി, രമണ ചേച്ചി, ഞങ്ങളെ ഒന്ന് സഹായിക്കുക ചേച്ചി. വന്ന് ചേച്ചി ഇങ്ങോട്ട് ചേച്ചി ഒന്ന്. എന്തുവാ ഇത്? ഭയങ്കര 1 2 3 സ്റ്റാർട്ട്. പാട്ടിന്റെ താളത്തിൽ തുള്ളടിയാനോ അല്ലെങ്കിൽ തില്ലാന നാട്ടുപാട്ടിന്റെ താളത്തിലാടടി അല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാടടി പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാടടി പൂവാലെങ്കിൽ തില്ലാന താളത്തിൽ പാടടി. മതി 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 മതി, പറ്റത്തില്ല ചേച്ചി. പറ്റത്തില്ലടി, എനിക്കും പറ്റത്തില്ല. എന്നെ കൊണ്ട് വയ്യ. വേറെ എന്തെങ്കിലും നോക്കാൻ ചേച്ചി. നമുക്കൊരു ട്രിപ്പും പോയത്. ട്രിപ്പൊന്നും വേണ്ട, എന്നെ വരെ ഹോസ്പിറ്റൽ ട്രിപ്പ് ഇട്. ഊട്ടിക്ക് വരുന്നേ. ഊട്ടി ഊട്ടി ഞാൻ വരുന്നില്ലടി. എന്താ കഴിഞ്ഞ ആഴ്ച ഞാൻ ശശിയണ്ണ കൊണ്ട് പോയതില്ലേ ഉള്ളു. അവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഞാനും ശശിയണ്ണ ചുമ്മാ അവിടെ നിന്ന് കറങ്ങി നടന്നത് മാത്രമേ ഉള്ളൂ. അതിനെ നാട്ടുകാരോട് പറയണം. നമുക്ക് ഗുരുവായൂർ പോയാലെന്ത്? ഗുരുവായൂരാന്നെങ്കിൽ പോവാം. ഗുരുവായൂരാന്ന് കുഞ്ഞുണ്ണിക്കണ്ണനുണ്ട്, വട്ടത്തിലുള്ള പപ്പടം കിട്ടും, പായസം. ജലജേച്ചിക്ക് 2 മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനും കൊടുക്കുന്നുണ്ട്. ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി വന്നത് ഇങ്ങോട്ടാ. എങ്ങോട്ട്? ഈ പക്കറ്റത്തോട്ടാ പോ ചേച്ചി. കണ്ണേത് ഗുരുവായൂർന്ന് കേൾക്കുമ്പോഴേ അതങ്ങ് വരും. ബാലാമണി, എന്തിനു മേഡം? നീ പറയുമ്പോ പാഴ്മുഖം ഒന്ന് പറയണ്ടടി. എന്താ മേഡാ? ഒരു പാടിന്റെ മുഖം ഒന്ന് പറഞ്ഞാ മതി. ഒരു പണിയും ചെയ്യണ്ട. തിരുന്ന കളിയാ പെണ്ണുങ്ങള്. നേരം വെളുക്കുമ്പോ വരും. നിന്റെ കല്യാണം വരുമോ? നീ അത് അറിഞ്ഞില്ലയോ? പിന്നെ ഞാൻ കേട്ടായിരുന്നു നിങ്ങൾ പറയാ. നിന്റെ കല്യാണത്തിന് അല്ലേ ചേച്ചി? അവിടുത്തെ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ടടി, എന്തോരെ കളക്ഷൻസ് അവിടെ ഇരിക്കുന്നറിയോ? നമ്മൾ ആ കടലോട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ കൊറേ പെണ്ണുങ്ങൾ വന്ന് ഇങ്ങനെ അങ്ങ് നിക്കും. അതെന്തിനാ ചേച്ചി? വെള്ളം വേണോ ജ്യൂസ് വേണോ എന്ന് ചോദിച്ചോണ്ട് ഇവിടെ അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് ദാഹിച്ച പച്ചവെള്ളമില്ല പിന്നെ വരുന്ന കസ്റ്റമർക്ക്. ചേച്ചി ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്തോയി? ഒന്നും പറയണ്ടടി, ഇനി മുരൊന്നും പോകുന്നില്ല. അതിനുള്ള ഗുളിക ഞാൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അതല്ലെന്ന്, അത് നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഗുളിക. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഹോസ്പിറ്റലുകാർക്ക് തുണി വെട്ടി മുറിച്ച് കൊടുത്തെന്നൊക്കെ കേട്ട്. എടി അത് ഞാൻ ചോദിക്കാനിരുന്നേ. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തുണി മേടിക്കാൻ വന്നപ്പോ ആരാ തുണി കൊടുത്തേ? എല്ലാരും തുണി എടുത്തോണ്ട് തന്നെയായിരുന്നു വന്നേ. അതല്ല ചോദിച്ചേ, അവർക്ക് തുണി ഇവിടുന്ന് എടുത്തു കൊടുത്തതാരാ? അത് ഞാനാ. അവരെന്തുവായിരുന്നു ഇവിടെ വന്ന് ചോദിച്ചേ? അവര് ചോദിച്ചു വെള്ളത്തുണി ഉണ്ടോന്ന്. എന്നിട്ട് ഞാനിവിടെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അതിന് പണ്ട് ഇവിടെ വെള്ള അടിപ്പാടെടുത്ത് വെട്ടിക്കീറി ഞാനും കൊടുത്തുവിട്ടു. എന്റെ ദൈവമേ, എങ്ങനുണ്ട്? ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഡെഡ് ബോഡി അടിപ്പാവടയും പോച്ചോണ്ട് മേലോട്ട് പോയേക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോ അറിയാം എന്റെ തമ്പുരാനെ, അതിന് ആണുങ്ങളുടെ സെക്ഷനിൽ കയറ്റുവോ പെണ്ണുങ്ങളുടെ സെക്ഷനിൽ കയറ്റുവോന്ന്. ഓ ഇതുപോലെ കുറെ പെണ്ണുങ്ങള്. എടാ ചേച്ചി, ഞാൻ ഈ കടയിൽ വന്നപ്പോ എൻ്റെ ഒരു സംശയം. ഇരിക്കുന്ന സംഭവം എന്തുവാ? അത് തന്നെ തൊണ്ട അവിടെ ഇരിപ്പുണ്ട്. അതെന്തിനാ ചേച്ചി? അതെന്തോന്ന് എനിക്കും അറിയാൻ പായ. ഞാൻ പക്ഷെ എന്നും തുടച്ചു വെക്കാറുണ്ട്. എനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിലേ വേണ്ട മേഡം നിൽക്കുന്ന അവരോട് പോയി ചോദിച്ചു. എൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ നിൽക്കുന്നു. മാഡം തുടങ്ങി നമ്മുടെ കടയിലെ തൂക്കിയിട്ടേക്കുന്ന സാധനം അതെന്ത് മാഡം? എടി അത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഇല്ല മാഡം. അതാണ് നമ്മുടെ കടയിലാണ് തീ പിടിക്കുവാണെങ്കിൽ നമുക്ക് കാണിക്കാനുള്ള സാധനം ഇല്ലേ അത്? അത് മാഡത്തിന് എങ്ങനെ അറിയാം? പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ ഞാൻ ഈ വന്ന് നിൽക്കുന്ന നിപ്പ്. അപ്പൊ നമ്മുടെ കട കത്തിക്കഴിഞ്ഞാ അണയ്ക്കാം. നീ കട കത്തിക്കാൻ വന്നോ ജോലിക്ക് വന്നോ? മാഡം എന്നാ പോയി ജോലി ചെയ്യാൻ നോക്ക് പോ. എന്നാലും എന്റെ പൊന്നു ചേച്ചി, ആ ഗ്യാസ് ഊറ്റി കുടിച്ചിട്ട് എങ്ങനെ അണയ്ക്കുന്ന കാര്യം ചേച്ചി ഇവര് പറയുന്നേ? അതൊക്കെ അണയ്ക്കാൻ പറ്റും വേണേ. എന്നിട്ട് അതിന്റെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആര് നിങ്ങൾ കൊണ്ട് വെള്ളം നിറച്ച് വെച്ചാൽ ഈ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. എന്ത് ചേച്ചി എന്തുകൊണ്ടാ ചൂടാവുന്ന? എന്തുവാ തുണി മടക്കൂലല്ലോ, തുണി തേക്കുമല്ലേ? അയ്യോ എന്നാലും ഒന്ന് പറഞ്ഞു എടുത്തില്ല. അതെന്തിനും അടയ്ക്കും. നിനക്കിപ്പോ എന്താ അറിയണം?
എനിക്ക് തീ അണയ്ക്കുന്ന കാണണം. നീ ഇവിടെ നില്ലേ, നീ ഇത് ചെയ്യണ പെണ്ണുങ്ങളെ കൊണ്ട് കുറെ പെണ്ണുങ്ങളുണ്ട്. നീ ഇവിടെ നിക്കണേ, അതെ വരുന്ന. ഇവരിത് എവിടെ പോയതാ? എവിടെ പോയതാ ചേച്ചി? നീ ഇവിടെ നില്ലേ, മേഡം വരുന്നു, അതുകൊണ്ട് ആ തീ അണയ്ക്കുന്നു. നീ ഇപ്പൊ കണ്ടോ? പിന്നെ നീ ഇപ്പൊ കണ്ടോ? നല്ല സംഭവം വെച്ച് ഇപ്പൊ അണയ്ക്കുന്നത്. അയ്യോ മേഡം, അയ്യോ മേഡം, എന്തുവടി അവിടെ തീ കത്തി മേഡം. തീ കത്തിയതോ? എന്റെ ദൈവമേ, നിങ്ങൾ എന്തുകൂടി കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയാൻ വയ്യ. ഈ അണ്ണം വരുമ്പോ ഞാൻ എന്തോ പറയൂടി പെണ്ണുങ്ങളെ, എന്തോ. എന്റെ ദൈവമേ, ഇവളുമാരെല്ലാം കൂടി ഇത് കത്തിക്കും. എനിക്കറിയാൻ വയ്യ. എന്റെ ദൈവമേ, എന്തുവാന്ന് കാണിച്ചു വെക്കുന്നത്? ഇത് വെച്ചുകൊണ്ട് അണച്ച് കാണിച്ചു കൊടുക്കണം, നമുക്ക് ഇതൊക്കെ അറിയാന്ന്. ഇതെന്തുപടി സാധനം? ഇതെന്തുപടി ഇത്? അയ്യോ, എനിക്കറിയാൻ വയ്യ. എന്റെ പൊന്നു മേഡം, നിങ്ങൾ എന്താ ഇവിടുന്ന് അരി ആട്ടുന്നോ? എണ്ണിച്ച് പോയി തീ ആണെങ്കിൽ ഇവിടെ കാണാൻ കത്തേ പോവും. എടി, എനിക്ക് ഇതൊന്നും അറിയത്തില്ലടി പെണ്ണുങ്ങളെ. എന്റെ ദൈവമേ, എന്റെ അമ്മോ, ഓടി വായോ നാട്ടുകാരെ. അണയോ? എടി, ഇത്രയും നേരം ഞാൻ ഇവിടെ കിടന്ന് അണച്ചതില്ലയോടി? അണയ്ക്കാനല്ലേ പറഞ്ഞത്, അവിടെ തീ അണയ്ക്കാന്. ഇതറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുവോടി? നിങ്ങൾ എന്തൊക്കെ വീമ്പിളക്കുന്നുണ്ടല്ലേ? സേഫ്റ്റിയുടെ എന്തെങ്ങാണ്ടൊക്കെ ആണ്. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയത്തില്ല. അറിയത്തില്ലയോ? ഇല്ലടി. എന്ത് പെൺപിള്ളേ പറയുന്നത്? എന്തെങ്കിലും വെച്ചാൽ അടയ്ക്ക് പെൺപിള്ള. നിങ്ങൾ വലിയ പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ചെയ്യും. ഇതൊന്നും വേണ്ട, നമുക്ക് ഓടിക്കൊന്ന് ഇറങ്ങി ഇറങ്ങി പോയിനടി. എനിക്കറിയാം എന്റെ പെണ്ണുങ്ങൾ, ഞങ്ങൾ എന്ത് വേണം. കഴിഞ്ഞ് കഴിഞ്ഞ് ഓഹോ